Good morning. Welcome to my YouTube channel Kerala PSC Technical Previous Question Papers. This channel നമ്മൾ കേരള PSC യുടെ previous year question papers answers with explanation ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന question paper എന്ന് പറയുന്നത് refrigeration mechanic, refrigeration air conditioning mechanic, health service department ആണ്. അപ്പോൾ ഇത് അതിൻ്റെ തേർഡ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യനോട്ട് പോവാം. Question number 11. Select the wrong characteristics of a refrigerant. ഒരു റെഫ്രിജറൻ്റ് റോങ് ക്യാരക്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ലോ ലേറ്റൻറ്റ് ഹീറ്റ്, ലോ ബോയിലിംഗ് പോയിൻറ്റ്, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇതിൽ ഏതാണ് റോങ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിലിപ്പോൾ റെഫ്രിജറൻറ്റ് വേണ്ട മെയിൻ പ്രോപ്പർട്ടീസാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഇതിലിപ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലോ ബോയിലിംഗ് പോയിൻറ്റ് ലോ ആയിരിക്കണം റെഫ്രിജറൻറ്റ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോയിലിംഗ് പോയിൻറ്റ് ലോ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കറിയാം റെഫ്രിജറൻറ്റ് എവാപ്പറേറ്ററിലോട്ട് വരുന്ന ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ആ ലിക്വിഡ് സ്റ്റേറ്റിലിരുന്ന ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന റെഫ്രിജറൻറ്റ് എവാപ്പറേറ്ററിൻ്റെ അവിടെ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് വേണം അത് പോകാൻ. അപ്പോൾ അങ്ങനെ ഹീറ്റ് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലോ ബോയിലിംഗ് പോയിൻ്റ് ഉള്ളൊരു റെഫ്രിജറൻറ്റ് മാത്രമേ ആ ഹീറ്റ് അബ്സോർബ് ചെയ്ത് അതിനത് വേപ്പർ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ബോയിലിംഗ് പോയിൻറ്റ് ഹൈ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ അതിനൊരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേറ്റ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ അബ്സോർബ് ചെയ്യാനും പറ്റില്ല. വളരെ സ്മോൾ എമൗണ്ട് ഓഫ് സെൻസിബിൾ ഹീറ്റ് മാത്രമേ അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇവാപ്പറേറ്ററിൽ വരുന്ന റെഫ്രിജറൻറ്റ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേറ്റ് സ്റ്റേറ്റിലോട്ട് ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റെഫ്രിജറൻറ്റ് ബോയിലിംഗ് പോയിൻറ്റ് ലോ ആയിരിക്കണം. അപ്പോൾ അത് ആദ്യത്തെ ക്യാരക്ടർ. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഹൈ അല്ലാന്നുണ്ടെങ്കിൽ ഈ റെഫ്രിജറൻറ്റ് അൺസ്റ്റേബിൾ ആയിരിക്കും. മൂന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഹൈ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഹൈ ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും കൂടുതൽ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഉണ്ടോ അത്രയും കൂടുതൽ ഹീറ്റ് ആ റെഫ്രിജറൻറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറഞ്ഞ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷനുള്ള റെഫറൻസ് ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഹീറ്റ് മാത്രമേ അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ വളരെ കൂടുതലായിരിക്കണം റെഫ്രിജറൻറ്റ്. പിന്നെ നോൺ കൊറോസീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ മെറ്റൽ കൊറോഡ് ചെയ്ത് പോകും. പിന്നെ സ്പെസിഫിക് വോളിയം ലോ ആയിരിക്കണം. സ്പെസിഫിക് വോളിയം ലോ ആയിരുന്നു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം പെർ മാസ് ലോ ആണ്. വോളിയം പെർ മാസ് ലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കൂടുതൽ റെഫ്രിജറൻറ്റ് വളരെ സ്മോൾ ഏരിയയിൽ നമുക്ക് കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്രയും കൂടുതൽ റെഫ്രിജറൻറ്റ് കൊള്ളിക്കാൻ പറ്റുന്നു അത്രയും കൂടുതൽ ഹീറ്റ് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഈ പറയുന്ന സ്പെസിഫിക് വോളിയം ലോ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അത്രയും കൂടുതൽ റെഫ്രിജറൻറ്റ് ഈ പറയുന്ന റെഫ്രിജറേഷൻ സിസ്റ്റത്തിലോട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും റെഫ്രിജറൻറ്റ് സ്പെസിഫിക് വോളിയം ലോ ആയിരിക്കണം. പിന്നെ നോൺ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കുന്നുള്ളത് നോൺ ടോക്സിക് ആയിരിക്കണം, അല്ലെങ്കിൽ എൻവയൺമെൻറ്റിനും യൂസറിനും വളരെ ഹസാർഡസ് ആണ്. പിന്നെ കോസ്റ്റ് കുറവായിരിക്കണം, എന്നാലേ നമുക്ക് റെഫ്രിജറേറ്റർ കുറഞ്ഞ കോസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈസി ടു ലിക്വിഫൈ ആയിരിക്കണം. കാരണം നമുക്കറിയാം നമ്മൾ ഇവാപ്പറേറ്റർ കഴിഞ്ഞാൽ അടുത്ത സിസ്റ്റം കംപ്രസറാണ്. അപ്പോൾ കംപ്രസറിന് ഈ പറയുന്ന ഗേറ്റ് സ്റ്റേറ്റ് എന്നുള്ള സാധനത്തിൽ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം ഹൈ പ്രഷർ വെച്ചിട്ട്. അപ്പോൾ അത് ചെറിയ പ്രഷറിൽ തന്നെ ലിക്വിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് പെട്ടെന്ന് കംപ്രസറിന് അത്രയും കുറച്ച് വർക്ക് ചെയ്താൽ മതി. കൂടുതൽ ലിക്വിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള റെഫറൻസ് ആണെന്നുണ്ടെങ്കിൽ അത്രയും കൂടുതൽ വർക്ക് കംപ്രസർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈസിലി ലിക്വിഫൈ ആയിട്ടുള്ള റെഫറൻസ് ആണ് നല്ലത്. പിന്നെ ലീക്സ് ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമുള്ളവരും, കാരണം എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാ റെഫ്രിജറേഷൻ സിസ്റ്റവും ലീക്ക് വരും. ലീക്ക് ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള റെഫറൻസ് ആണ് എപ്പോഴും നല്ലത്. പിന്നെ മിക്സസ് വെൽ വിത്ത് ഓയിൽ. ഈ കംപ്രസറിൻ്റെ ഉള്ളായാലും എല്ലാ മൂവിങ് പാർട്സിൻ്റെ ഉള്ളായാലും ഓയിൽ ഉണ്ടാവും, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് വെൽ മിക്സ്ഡ് ആയിട്ടുള്ളൊരു റെഫ്രിജറൻ്റ് ആണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതാണ് ഒരു റെഫ്രിജറൻറ്റിന് വേണ്ട മെയിൻ പ്രോപ്പർട്ടീസ്. ഇതിലിപ്പോൾ മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കുക, ഹൈ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ വേണമെന്നുള്ളതാണ്. നമ്മുടെ ഈ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ലോ ലേറ്റൻറ്റ് ഹീറ്റ് ആണ്. അപ്പോൾ അത് റോങ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏതാണ് റോങ് എന്നാണ് ചോദിച്ചിരുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ 11th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ലോ ലേറ്റൻറ്റ് ഹീറ്റ്, അതാണ് റോങ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12th ക്വസ്റ്റ്യൻ, ദ ഫങ്ഷൻ ഓഫ് ഡക്ട് ഇൻ ആൻ എയർ കണ്ടീഷനിങ് യൂണിറ്റ് ഇസ്. ഒരു എയർ കണ്ടീഷനിങ് യൂണിറ്റിൻ്റെ ഡക്റ്റിൻ്റെ എന്തിനു വേണ്ടിയാണ് ഡക്ട് ഉപയോഗിക്കണമെന്ന് ചോദിച്ചത്. നമുക്കറിയാം ഒരു എയർ കണ്ടീഷനിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു റെഫ്രിജറേഷൻ സൈക്കിൾ ശരിക്കും പറഞ്ഞാൽ 4 കമ്പോണൻസ് ഉള്ളൂ. ഇവാപ്പറേറ്റർ, കംപ്രസർ, എക്സ്പാൻഷൻ വാൽവ്, പിന്നെ കണ്ടൻസർ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ വരുന്ന ഒരു ഇതാണ് ഈ പറയുന്ന എയർ ഡക്റ്റ്. ഇപ്പോൾ എയർ ഡക്റ്റ് നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. ഈ ഒരു സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റമാണ് അവിടെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ
ആ ഉണ്ടാകുന്ന എയറിനെ ബാക്കിയുള്ള സ്ഥലത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പാർട്ടിനാണ് നമ്മൾ എയർ ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എയർ ഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു എയർ കണ്ടീഷൻ സിസ്റ്റം, അതായത് ഓരോ റൂമിനും ഓരോ എയർ കണ്ടീഷണേഴ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അതേസമയം ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എയർ കണ്ടീഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എയർ ഡക്റ്റിൻ്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ എയർ ഡക്റ്റ് ഉപയോഗിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എയർ കണ്ടീഷൻഡ് എയർ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 12th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, എയർ ഡിസ്ട്രിബ്യൂട്ടിംഗ്. ഇനി 13th ക്വസ്റ്റ്യൻ നോക്കാം. കോമൺലി യൂസ് റെഫ്രിജറൻറ്റ് ഇൻ എ കൊമേഴ്ഷ്യൽ ഐസ് പ്ലാന്റ്സ്. ഒരു കൊമേഴ്ഷ്യൽ ഐസ് പ്ലാന്റിൽ ഉപയോഗിക്കുന്ന കോമൺലി യൂസ് റെഫ്രിജറൻറ്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഐസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു ബ്രൈൻ സൊല്യൂഷൻ വെച്ചിട്ടാണ് ഐസ് പ്ലാന്റിലെ ഐസ് ഉണ്ടാക്കുന്നത്. ഒരു ഡബിൾ സിസ്റ്റമാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റെഫ്രിജറൻറ്റ് ഉപയോഗിച്ച് സാധാരണ എയർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ ഇവാപ്പറേറ്റർ ഉണ്ടാവും. ഇവാപ്പറേറ്ററിൽ നമ്മൾ പക്ഷേ ഇവിടെ ഇവാപ്പറേറ്റർ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറായിട്ട് വർക്ക് ചെയ്യും. എന്നിട്ട് ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിലോട്ട് നമ്മൾ നമ്മുടെ കോൾഡ് അല്ലെങ്കിൽ കൂളായിട്ടുള്ള റെഫ്രിജറൻറ്റിനെ പാസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ബ്രൈനും വരും. അപ്പോൾ ബ്രൈൻ ഈ പറയുന്ന റെഫ്രിജറൻറ്റിൽ നിന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്ത് അതും കൂളാവും. എന്നിട്ട് ആ കൂൾഡായിട്ടുള്ള ബ്രൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഐസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐസ് ഉണ്ടാക്കുമ്പോൾ സ്വയം ബ്രൈൻ ഹീറ്റഡ് ആവും, അല്ലെങ്കിൽ ബ്രൈൻ തൻ്റെ കയ്യിലുള്ള ഹീറ്റ് കൂൾനെസ് കൊടുത്തുകൊണ്ടാണ് ഐസ് ഉണ്ടാക്കുന്നത്. സ്വയം ബ്രൈൻ ഹീറ്റഡ് ആവും. വീണ്ടും ബ്രൈൻ ഇവാപ്പറേറ്ററിൽ വരും. ഇവാപ്പറേറ്ററിൽ വെച്ച് അത് ആ റെഫ്രിജറൻറ്റ് വെച്ച് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് വീണ്ടും കൂളാവും. ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ആദ്യത്തെ സെക്കൻഡ് സൈക്കിൾ, അതായത് ഈ ഐസ് ഉണ്ടാക്കുന്നത് ശരിക്കും ബ്രൈൻ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഐസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ബ്രൈൻ സൊല്യൂഷന് ഹീറ്റ് കൊടുക്കുന്ന റെഫ്രിജറൻറ്റ് അത് അമോണിയയാണ്. അപ്പോൾ നമുക്കറിയാം 13th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് അമോണിയാണ്. അപ്പോൾ 13th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ, അമോണിയ. 14th ക്വസ്റ്റ്യൻ നോക്കാം. ദ COP ഓഫ് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ ഇൻ കമ്പാരിസൺ ടു ഡൊമസ്റ്റിക് എയർ കണ്ടീഷണർ. റെഫ്രിജറേറ്ററിൻ്റെ COP എയർ കണ്ടീഷണർ COPനെ കമ്പയർ ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ഒരു എയർ കണ്ടീഷണറിൻ്റെ COP ആയിരിക്കും എപ്പോഴും കൂടുതൽ, കാരണം അതാണ് കൂടുതൽ സ്ഥലം കൂൾ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡൊമസ്റ്റിക് എയർ കണ്ടീഷൻ്റെ അതേപോലെ തന്നെ കൂടുതൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടുവരുന്നതൊക്കെ ഡൊമസ്റ്റിക് എയർ കണ്ടീഷണറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു COP ഓഫ് എയർ റെഫ്രിജറേറ്റർ എപ്പോഴും കുറവായിരിക്കും എയർ കണ്ടീഷനേക്കും. അപ്പോൾ 14th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി, ലെസ്. ഇനി 15th ക്വസ്റ്റ്യൻ നോക്കാം. ആൻ എയർ വാഷർ ക്യാൻ വർക്ക് ആസ്. ഒരു എയർ വാഷർ എന്തൊക്കെയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്? ഓപ്ഷൻ ഹ്യൂമിഡിഫയർ, ബി ഡീഹ്യൂമിഡിഫയർ, സി ഫിൽറ്റർ, അല്ലെങ്കിൽ ഡി ഓൾ ഓഫ് ദി എബോവ്. ഇപ്പോൾ എന്താണ് നമുക്കൊരു എയർ വാഷർ നോക്കാം. എയർ വാഷർ എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ ഈ ഒരു സിസ്റ്റം നമ്മൾ എയർ വാഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എയർ വാഷറിൽ താഴെ ഒരു സമ്പ് ഉണ്ടാവും. ഈ സമ്പിൽ വാട്ടറിനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഫില്ല് ചെയ്ത് വെച്ചാണ് വാട്ടർ ഒരു സ്റ്റെയിനർ വഴി ആണ് പമ്പ് ചെയ്യണത്. ഇതാണ് പമ്പ്. അപ്പോൾ സ്റ്റെയിനർ വഴി പമ്പ് ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒഴിവാക്കിയിട്ട് പ്യുവർ വാട്ടർ മാത്രമാണ് പമ്പിലോട്ട് വരുള്ളൂ. അപ്പോൾ ഈ പമ്പ് വർക്ക് ചെയ്യുന്നത് ഒരു മോട്ടർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ മോട്ടർ ഉപയോഗിച്ച് ഈ പമ്പ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ പമ്പ് വാട്ടറിനെ പമ്പ് ചെയ്തെടുക്കും സ്റ്റെയിനർ വഴി കഴിയുമ്പോൾ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസും വേസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ അത് റിമൂവ് ചെയ്യും. എന്നിട്ട് ആ പമ്പ് ഇവിടെ വാട്ടറിനെ സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത്. ഈ സ്പ്രേ നോസിൽസ് ഉപയോഗിച്ച്, 4 സ്പ്രേ നോസിൽസ് ഉപയോഗിച്ച് അതിനെ സ്പ്രേ ചെയ്യും. അങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ എയറിനെ പാസ് ചെയ്യും. ഇതാണ് ഒരു എയർ വാഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എയർ ഈ പറയുന്ന ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തൊക്കെയായിട്ട് ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫിൽറ്ററാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എയർ ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസും അതേപോലെ തന്നെ വേസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ ഈ പറയുന്ന വാട്ടർ വന്നിട്ട് ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ മുകളിലിരിക്കുമ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഈ വാട്ടർ സ്പ്രേ ചെയ്ത വാട്ടർ നേരെ താഴത്തോട്ട് വീഴും. ഇപ്പോൾ ഈ താഴത്തോട്ട് വീഴുമ്പോൾ അതിൻ്റെ കൂടെ ഡസ്റ്റ് പാർട്ടിക്കിൾസും പോരും. അപ്പോൾ വാട്ടർ താഴത്തോട്ട് വരുന്നതിൻ്റെ കൂടെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസും തിരിച്ചു പോരുന്നതുകൊണ്ട് അതൊരു ഫിൽറ്ററായിട്ട് എയർ വാഷർ ആക്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ വാട്ടർ ഉപയോഗിച്ച് ഈ പറയുന്ന എയറിൻ്റെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഈ വരുന്ന എയറിൻ്റെ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ, വരുന്ന എയറിൻ്റെ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ നമുക്ക് ഈ പറയുന്ന വാട്ടർ സ്പ്രെയർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഹ്യൂമിഡിഫയർ ആയിട്ടും ഡീഹ്യൂമിഡിഫയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഹ്യൂമിഡിഫയർ ആയിട്ടും ഡീഹ്യൂമിഡിഫയർ ആയിട്ടും ഈ ഫിൽറ്റർ ആയിട്ടും ഒക്കെ ഈ പറയുന്ന എയർ വാഷറിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് 15th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്ന
ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ പറയുന്ന PSC എന്ന് പറയുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.